വരനശൻ വരൻ ആശനമാക്കും എന്നെ കൊണ്ട് 2 മാസം കഴിഞ്ഞാരെന്ന് നിർണയം. അതിനിടയിൽ വരുവതിൻ്റെ ദശമുഖനെ നിഗ്രഹിച്ച് എന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചെല്ലനീ. അനിലതനേന മകരജനിവചനങ്ങൾ കേട്ടാകും അവനിവതിസുതനോട് അടിയൻ പകൽ വാർത്തകടം ഉണർത്തിച്ചു കൂടുന്നതിൽ മഞ്ഞമേ അവരചനമകിലകവേ കുലപരവുമായി മുതിർന്നാശു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് കട അവധിയായതുകൊണ്ട് അമ്മ 5:30 ആയപ്പോഴേ രാമായണം വായിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അമ്മയ്ക്ക് ഈ രാമായണം ഭാഗവതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കാണാപ്പാടമാണ് കേട്ടോ. അമ്മ ഒരു 4-5 ആവർത്തി കർക്കിടക മാസം ആകുമ്പം രാമായണം ഫുള്ള് വായിക്കും. അപ്പം ഞാൻ വിചാരിച്ച തണുപ്പൊക്കെ അല്ലേ ഒരു പൽക്കാപ്പി അങ്ങ് ഇട്ട് കുടിക്കാമെന്ന്. അപ്പോൾ ഈ വീട്ടിലോട്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് വന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പൽക്കാപ്പി എടുത്തിട്ട്. ശരിക്കും ഇതുവരെ പൽക്കാപ്പി ഇട്ടിട്ടേ ഇല്ല. പൽക്കാപ്പി ആകുമ്പോൾ ആഷ്മയൊക്കെ കുടിച്ചോളും കേട്ടോ. ചായ ഇവിടെ അങ്ങനെ വലിയൊരിതില്ല. രാവിലെ ഒരു ചായ കുടിക്കും, അതിനുശേഷം നമുക്ക് വലിയ ചായ കുടിയൊന്നുമില്ല കേട്ടോ. അപ്പം ആഷ്മിക്കാണെങ്കിൽ രാവിലെയും ചായ വേണ്ട. അപ്പം പൽക്കാപ്പിയൊക്കെ ആകുമ്പോൾ ആഷ്മയും കൂടി ഇച്ചിരി കുടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൽക്കാപ്പി ഇട്ടത് കേട്ടോ. കഴിക്കാനൊന്നും ഇരിപ്പില്ല കേട്ടോ. തന്നെയല്ല കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ ചായയുടെ കൂടെ കഴിക്കുന്നത്, ഈ പൽക്കാപ്പിയുടെ കൂടെ സ്നാക്സൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. രാവിലെ തൊട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു മഴയായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 6 മണി 6:30 ആയപ്പോഴാണ് മഴയൊന്ന് തോന്നുന്നത്. അപ്പോഴത്തേക്കിന് ആഷ്മി അങ്ങ് തുടങ്ങി ഉടനെ പാപ്പം വേണം എന്നും പറഞ്ഞു കേട്ടോ. കുറേ നേരമായിട്ടേ തുടങ്ങിയതാണ്. ഞാൻ വിചാരിച്ചിട്ട് മഴ തോരത്തില്ല. ഞാൻ പറഞ്ഞു മഴ തോരട്ടെ പിന്നെ പറഞ്ഞു. ഞാൻ തോരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കണ്ടപ്പം തോരാത്ത മഴ പോലെ തോന്നി. എന്തായാലും അവിടെ ഭാഗ്യത്തിന് മഴ അങ്ങ് തോന്നി കേട്ടോ. അങ്ങനെ ആഷ്മിക്ക് പാപ്പം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. മലനട ബേക്കറിയിലാണ് പോകുന്നത്. അവിടുത്തെ പാപ്പമാണ്. ഞായറാഴ്ച ദിവസം മലനട ബേക്കറി പോകണം എന്നുള്ളത് നിർബന്ധമാണ് ആഷ്മിക്ക് കേട്ടോ. 7ാം ക്ലാസ്സിലായാലും പാപ്പം എന്നേ പറയത്തുള്ളൂ. ഇത്രയും വലിയ കൊച്ചായനൊക്കെ എന്നിട്ട് മലനടയിൽ കണ്ട് ഇന്ന് മഴയായിട്ടാണെന്ന് തോന്നുന്നു. വലിയ ആളിനൊന്നും കണ്ടില്ല. സാധാരണ ഞായറാഴ്ച ദിവസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ലോണം ആൾ കാണും കേട്ടോ. പക്ഷേ ഇന്ന് നല്ല മഴയുണ്ടായിരിക്കാം മലനടയിൽ ആൾ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് ക്ലാസ് കൊടുത്താൽ കൊണ്ടുവരുന്നത് അതെടുക്കരുത് ഇതെടുക്കരുത്, മസാല ചേർത്ത കാര്യങ്ങൾ എടുക്കരുത് എന്നൊക്കെ കേട്ടോ. വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ട് വരും, പക്ഷേ ഇവിടെ എത്തുമ്പോൾ വിധം മാറും. ഞാൻ എന്തെടുക്കരുതെന്ന് പറഞ്ഞത് അത് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. സ്ഥിര സംഭവമായിട്ട് എനിക്കും അറിയാം, ഞാൻ വെറുതെ പറയുന്നതാണെന്ന്. ഈ ലേസ് അതുപോലെ കുറച്ച് മസാല ചേർന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇഷ്ടം. എന്ത് ചെയ്യാനാണ്, ഞാനാണെങ്കിൽ അതൊന്നും തൊട്ടുപോലും നോക്കത്തില്ല. എനിക്കതുപോലെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പിള്ളേർക്ക് ഇതൊക്കെ ശരീരത്തിന് ദോഷമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് ഈ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.